ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബിർസാ മുണ്ടയെക്കുറിച്ചുള്ള ന്യൂ SCERTയിലെ കുറച്ച് പോയിൻറ്റ്സുകൾ നോക്കാം. മുണ്ട കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ബിർസാ മുണ്ട. ബിർസാ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസായി 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. അപ്പോൾ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസായി 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്രജനതയുടെ നേതാവാണ് ബിർസാ മുണ്ട. ബിർസാ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുരാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി. ഗാന്ധി സേ പഹലെ ഗാന്ധി ബിർസാ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുരാനി രചിച്ച കൃതിയാണ്. ബിർസാ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ബിർസാ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ബിർസാ മുണ്ട മുണ്ട കലാപത്തിൻ്റെ നേതാവാണ് ബിർസാ മുണ്ട. ധർത്തി അബ്ബ ഭൂമി പിതാവ് എന്ന് അറിയപ്പെടുന്നു. ധർത്തി അബ്ബ ഭൂമി പിതാവ് എന്നാണ് ബിർസാ മുണ്ട അറിയപ്പെടുന്നത്. ഝാർഖണ്ഡിലെ ഛോട്ടാ നാഗ്പൂരിലെ ഗോത്രവിഭാഗമായ മുണ്ട കുടുംബത്തിലാണ് ബിർസാ മുണ്ട ജനിച്ചത്. ഇപ്പോൾ ബിർസാ മുണ്ട ജനിച്ചത് ഛോട്ടാ നാഗ്പൂരിലെ ഗോത്രവിഭാഗമായ മുണ്ട കുടുംബത്തിലാണ്. ബ്രിട്ടീഷ് രേഖകൾ പ്രകാരം 1900 റാഞ്ചിയിലെ ജയിലിൽ കോളറ ബാധിച്ചു മരിച്ചു. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൽ ചിത്രമുള്ള ഗോത്ര നേതാവാണ് ബിർസാ മുണ്ട. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൽ ചിത്രമുള്ള ഗോത്ര നേതാവാണ് ബിർസാ മുണ്ട. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.